ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വെക്സ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. കുറച്ച് നാൾ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. ഒരു മാസം അറൗണ്ട് 1 മന്തായി ഗൈസ്. അപ്പം നമ്മുടെ മൊബൈലൊക്കെ ജസ്റ്റ് ഒന്ന് ലോസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കുറേ നാളല്ല, ആദ്യമായിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റീവ് നമുക്ക് മൈൻക്രാഫ്റ്റ് കളിച്ചില്ല ഗൈസ്, ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റീവ് വേൾഡിൽ പോയിട്ട് നമ്മൾ കുറേ ലൂട്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ചെസ്റ്റിൻ്റെ അടുത്തൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഡയമണ്ട്, ഗോൾഡ്, പിന്നെ ഹെൽമെറ്റ്, കത്തി, ഇതൊക്കെ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡോറാണ് ഗൈസ് പണിയാൻ പോകുന്നത്. ഡോറ് പണിയാന്നാണ് ഗൈസ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നു യൂട്യൂബിൽ. ഒരു മാസമായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നു ഗൈസ്. ഇനി ഞാൻ ആക്റ്റീവ് ആകാൻ പോവാണ്. അപ്പം നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും ഇനി സപ്പോർട്ട് ചെയ്യണം. അതിൽ കൂടുതൽ ഇനി സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, പിന്നെ അപ്പോൾ ഗൈസ് നമ്മൾ ഡോറ് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നമുക്കിവിടെ നിൽക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് 2 കല്ലിടാം ഗൈസ്. നമുക്ക് കല്ലിടാം. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റീവിൽ പോയിട്ട് കുറേ ലൂട്ടൊക്കെ കളക്ട് ചെയ്ത് ഒരു മലയുടെ മണ്ടയ്ക്ക് ഒരു വീടൊക്കെ പണിത് ഇനി ക്രിയേറ്റീവിൽ പോവാതെ ഇനി നമ്മൾ സർവൈവലിൽ പിന്നെ നമ്മളവിടെ ഒരു ഐലൻഡ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആ ഐലൻഡിൽ നമ്മൾ വീട് പണിയുന്നതിന് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ടൊരു റെയിൽവേ ട്രാക്കൊക്കെ കൊടുത്ത് നമ്മളിവിടെ വീട് പണിയുന്നതായിരിക്കും ഗൈസ്. അയ്യോ, താഴെ പോയി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്കിച്ചിരി വീണ്ടും പോയി. നമുക്കിച്ചിരി പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഗെയിമിലൊരു ഇച്ചിരി ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ക്രീപ്പർ വന്ന് പൊട്ടുകയും സോംബി വന്ന് അടിച്ച് കൊല്ലുകയും. ഗൈസ് നമുക്ക് കുറേ കല്ല് വെട്ടിയെടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കുറേ കല്ല് വെട്ടിയെടുക്കാം. ഓക്കെ, നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗോൾഡിൻ്റെ ആക്സൊക്കെയാണ് ഗൈസ് നമ്മുടെ അടുത്തുള്ളത്. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റീവ് എടുത്ത് ചെസ്റ്റിൻ്റെ അകത്ത് നിറച്ച് വെച്ചാണ് ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ കയറുവാണ് ഗൈസ്. കുറേ ഇതെന്താ സംഭവം? വെട്ടിയിട്ട് വീണ്ടും താഴോട്ട് വന്നു. മണലല്ലേ എങ്ങനെ വരുന്നത്? ഇത് വേറെ എന്തോ കല്ലാന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ വേറൊരു സൈഡിൽ നിന്ന് കുറേ കൂടെ കല്ല് ചെത്താൻ പോകണം ഗൈസ്. കല്ല് വെട്ടാൻ പോകണം ഗൈസ്. ഓക്കെ, ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെത്തുകയല്ല, കല്ല് പൊളിച്ചെടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇപ്പം 46 കല്ലായിട്ടുണ്ട് ഗൈസ്. പോവാം ഗൈസ്. അല്ല വേണ്ട, ഈ 2 കൂടെ പൊട്ടിച്ചേക്കാം. ഇപ്പം 48 ആയിട്ടുണ്ട്. ഈ കുഴി അങ്ങ് അടച്ചേക്കാം. ഇത് അതുകൂട്ട് കല്ല് പൊട്ടിച്ചിട്ട് സ്റ്റോണായിട്ടാണ് ഗൈസ് കിട്ടുന്നത്. ഇവിടെ വെച്ച് മണ്ണ് വെച്ച് കൂട്ടാം, കല്ലിടണ്ട. ഇതിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറും ഇനി? ഇവിടെ ഒരെണ്ണം കിടക്കട്ടില്ല. അവിടെ സോംബി ക്രീപ്പറൊക്കെ വന്ന് നിന്നെങ്കിലാ. ക്രീപ്പർ വന്ന് നിന്ന് ഭയങ്കരമായിട്ട് പേടിക്കണം, പൊട്ടിത്തുടങ്ങി ഗൈസ്. ഓക്കെ, നമ്മൾ ബ്ലോക്കല്ല ഇട്ട് പിന്നെ ഡേർട്ടാ ഈ സാധനത്തിൻ്റെ പേര്. അങ്ങനെ കണ്ടാണ് ആ സാധനം ഇട്ട് കുറേ കയറി വന്ന്. ഇനി നമ്മൾ ഇവിടെ മൊത്തം ഷെയ്ഡ് നിൽക്കല്ലേ ഗൈസ്. ഇത്രയും ഷെയ്ഡൊക്കെ ഉണ്ടോ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയും ഗ്യാപ്പൊന്നും നിൽക്കില്ല. അത്രയും ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ അടിയിലൊക്കെ വന്ന് ക്രീപ്പറൊക്കെ നിൽക്കും. നമ്മളതിൻ്റെ അടുത്ത് വരുമ്പോഴത്തേനും അത് പൊട്ടും. അങ്ങനെ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിവിടെയൊക്കെ നിറയ്ക്കാൻ പോകുന്നു. നമുക്കിവിടെ ഒരു വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് തടി വെക്കാം ഗൈസ്. ഗ്രാസ് വേണ്ട, തടി ഇടാം ഗൈസ്. ഇച്ചിരി വെറൈറ്റി ലുക്ക് ആയിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറണമെങ്കിൽ വീണ്ടും കല്ലിട്ട് തന്നെ കയറാം ഗൈസ്. ഓക്കെ 1 2 3 4 മതി. ഓക്കെ, കേട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ കല്ല് അതേപോലെ പൊളിച്ച് താഴോട്ടിട്ട്. അയ്യോ, പൊളിക്കാനുള്ളതിന് ആക്സ് എടുക്ക്. ഓക്കെ, ആക്സ് എടുത്ത് പൊളിക്കുവാണ് ഗൈസ്. കുറേ കൂടെ പൊളിച്ച് താഴെ കിടക്കത്തുള്ളൂ, നമുക്ക് കിട്ടത്തില്ല. അവിടെ കിടക്കട്ടെ, എപ്പോഴേലൊക്കെ പോകുമ്പോൾ കിട്ടുമായിരിക്കും. നമുക്ക് അവിടെ ഒരു ഗ്ലാസ് വേണം. നമുക്ക് മുകളിലൊരു ഡിസൈനായിട്ട് ഇങ്ങനെ എടുക്കാം ഗൈസ്. അവിടെ പൊളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരേ ഷേപ്പിലുള്ള കല്ലിങ്ങനെ, ഒരേ കളറിലുള്ള കല്ല്. ഇത് കുറേ മണ്ണും കുറേ കല്ലൊക്കെ ജസ്റ്റ് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചിരിക്കും ഗൈസ്. എവിടെ ഏതാ ഒരു ഐലൻഡ് പോലുള്ള എവിടെ നമ്മൾ ക്രിയേറ്റീവിൽ വീട് പണിയാൻ പോകുന്ന എവിടെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ വീടൊക്കെ ഫുള്ള് പൊളിച്ച് അങ്ങോട്ട് മാറ്റും ഗൈസ്. ഈ വീട് പിന്നെ കാണിയല്ല, ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടുന്ന് ഒരു റെയിൽവേ ട്രാക്കൊക്കെ വെച്ച് ഇങ്ങനെ ഊർന്നിങ്ങനെ പോകണം. ഫുൾ പ്ലാനിങ് ഒക്കെ ഫുൾ സെറ്റാണ് ഗൈസ്. എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. ഇതാണ് ഗൈസ്, നമ്മൾ ചെസ്റ്റ് നിറയെ സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മളിപ്പോൾ ടോർച്ചാണ് എടുക്കാൻ പോണേ.
അപ്പോൾ നമുക്കവിടെ ഒരു ഒരു കുഞ്ഞ് ഐഡിയ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടോർച്ച്, ലൈറ്റുണ്ട്, ലാമ്പുണ്ട്, ടോർച്ചുണ്ട്, പിന്നെ കുറച്ച് തിക്കുണ്ട്, പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഗൈസ്, ബീഫും സ്റ്റീക്കൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഗ്ലാസ് വേണം ഗൈസ്. ഗ്ലാസ് ഇതിൻ്റെ അകത്തുള്ള, ഇതിൻ്റെ അകത്താണ് അല്ല, ഇതിൻ്റെ അകത്ത് വേറെ സാധനങ്ങളൊക്കെ, ആയുധങ്ങൾ ഇതിൻ്റെ അകത്തും അല്ല, ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. നമുക്കൊരു 9 ഗ്ലാസ് എടുത്തേക്കാം ഗൈസ്. ഒരു 7 കൂടെ എടുത്തേക്കാം. 9, 7, 16 ഉണ്ട് ഗൈസ്. ഒരെണ്ണം നമുക്ക് അങ്ങ് വിട്ടേക്കാം, 15 ഇരിക്കട്ടെ, ഒരു എണ്ണ കഴിഞ്ഞിരിക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവാണ് ഗൈസ്. രാത്രിയായി അപ്പോൾ വരത്തില്ലായിരിക്കും. ഇവിടെ ലൈറ്റ് ഇട്ടാം, ഇവിടെ ലൈറ്റ് കിടക്കട്ടെ ഗൈസ്. ഇവിടെ ലൈറ്റ്, ലൈറ്റ് ഇടാം. പണ്ടൊക്കെ എന്താ അത്? അത് മറ്റേ കല്ലാണോ കാര്യം? ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, നമുക്ക് അകത്ത് കയറി പോയേക്കാം. ഡോറടാക്കി കിടന്നുറങ്ങിക്കോ. അപ്പോൾ ഗൈസ് നമ്മൾ ഗുഡ് നൈറ്റ്, ചാച്ചി ഉറങ്ങാൻ പോകണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എണീച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എണീച്ച് ഇപ്പം ഇന്നലെ രാത്രി അതിൻ്റെ ബാക്കിയാണ്. നമുക്കിത് പൊളിച്ച് കളയാം ഗൈസ്. നമുക്ക് മണ്ടയ്ക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കാം, കുറച്ചുകൂടെ ഹൈറ്റിലായിട്ട് ഈ ലൈറ്റ് വെക്കാം. ഇതിപ്പോൾ നമ്മുടെ ഒപ്പമല്ല ഇരിക്കുന്നത്, കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് കയറ്റി വെക്കാം ഗൈസ് ലൈറ്റ്. ഓക്കെ, നമ്മൾ ആ തടി, കത്തിയും കൊണ്ടാണ് ഈ തടി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്സ് എടുക്കാനുള്ള കത്തിയും ആക്സും കൊണ്ട് പറ്റുമോ? കോടാലിയും കൊണ്ടാണ് സത്യം പറഞ്ഞത് വെട്ടേണ്ടത്. കോടാലി ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് കല്ലെടുക്കണം ഗൈസ്. അത് കൂട്ട് കല്ലുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇല്ല, അടുത്തതിൻ്റെ അകത്ത് ഇല്ല, അത് കൂട്ടില്ല ഗൈസ്. ഇനി ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്ത് വെള്ളവും ബക്കറ്റും ഒക്കെ. ഇതിൻ്റെ അകത്ത് ഈ സ്റ്റഡി ടേബിളും അതൊക്കെ, സ്റ്റഡി ടേബിളും പോട്ട്, മറ്റേ ഫർണസും എന്നീ സാധനങ്ങളൊക്കെ ഗൈസ്. ഇതിൻ്റെ അകത്ത് 2 ബെഡും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് ഗൈസ്. ഫുഡൊക്കെ സ്റ്റോക്കാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് പൊളിച്ചിട്ട് ഈ കല്ല് വെക്കാം. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോണില്ലേ അതിടാം. ഏതായാലും ഈ കല്ല് പൊളിക്കുമ്പോൾ സ്റ്റോണായിട്ടാണ് മാറുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ടേക്കാം. നല്ലൊരു രസം. നമുക്ക് ആ മണ്ണിൻ്റെ അവിടെ കൂടെ പൊളിച്ച് ഇങ്ങനെ ഓർഡർ ആയിട്ടിടാം ഗൈസ്. അങ്ങോട്ട് ആ മണ്ണും കളക്ട് ചെയ്യാൻ നമുക്ക് അവിടെ പോയി തന്നിട്ട് ഇതിടാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് 2 കല്ലിട്ട് അങ്ങോട്ട് റെഡിയാകും ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോവാണ്. നമുക്ക് ഈ മണ്ണൊക്കെ പൊളിക്കാം ഗൈസ്. ഓക്കെ, മണ്ണൊക്കെ പൊളിക്കുവാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കല്ലിട്ട് തുടങ്ങാം. 1, 2, 3, 4. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പണ്ടത്തെ പോലെ ഇനി വീണ്ടും കൂടുതൽ അങ്ങോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. 1 മാസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. എന്നാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. നമുക്ക് അങ്ങേയറ്റത്തൊന്നും ഇടാം. ഇത് പൊളിച്ചില്ലായിരുന്നു. ഓക്കെ, ഇത് നമ്മളൊരു ഡിസൈനായിട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഡിസൈൻ കിട്ടിയില്ല ഗൈസ്. ഏകദേശം കിട്ടി, കുറേ കിട്ടി ഗൈസ്, കുറേ ഡിസൈൻ കിട്ടി. ഇനിയിപ്പം നമുക്ക് മറ്റേ തടി ഇടാം ഗൈസ്. ഇവിടെ അവിടെ എല്ലാം പോട്ടെ. അല്ല, അവിടെ വെച്ചാൽ ശരിയാവത്തില്ല. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് വെക്കാം ഗൈസ്. അങ്ങേ സൈഡിലോട്ട് വെക്കാം. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു കല്ലൂടെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് പൊളിച്ചിട്ട് പൊളിയടാ ഒന്ന് പെട്ടെന്ന്. ഗൈസ് നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് ഇടുവാണ് ഗൈസ്. ഈക്വലായിരിക്കും. നമുക്കിനി ഒരു ലാമ്പ് കൊടുത്തേക്കാം, 2 സൈഡിൽ ഓരോ ലാമ്പായിട്ട്. നമുക്കിനി വേറെ പണിയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഈ ഐലൻഡൊക്കെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ മുകളിൽ വേറൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം അവിടെ നിന്നാണ് ഇൻട്രോ തുടങ്ങിയത്. നമ്മൾ ഇൻട്രോ എടുത്ത് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നാണ് ഗൈസ്. അപ്പം നമുക്ക് ഗ്ലാസ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്ത് തന്നെ ഇതുണ്ടോ, വീട്ടിൽ നിറയും കോളാണ്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഇപ്പം നമുക്ക് കോളിനൊക്കെ കുറേ ആവശ്യം വരും. ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ച് ഡോറൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. കണ്ട ഗൈസ്, ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട. ഞാൻ പറഞ്ഞില്ല കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും ഗൈസ്. കാണുന്ന കണ്ടോ?
ഞാൻ പോയിന്റ് കണ്ടോ, അതാണ് നമ്മുടെ ഐലൻഡ്. നമുക്ക് നോക്കട്ടെ ഇപ്പോൾ പോയി കാണിക്കാം ഗൈസ്. ഞാനിപ്പോൾ നിങ്ങളെ പോയി കാണിക്കാം. ഇതിൻ്റെ ഞാൻ വേറെ വീഡിയോ കണ്ടിട്ടുണ്ട്, പിന്നെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് താഴോട്ട് ചാടുമ്പം ഒന്നും പറ്റത്തില്ലെന്ന്. എങ്ങനെ നമ്മൾ ചാടി നമ്മളിപ്പം നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഐലൻഡിലോട്ട് പോവാണ് ഗൈസ്. പ്ലാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഐലൻഡിൽ നിന്നുള്ള വ്യൂ, നമ്മുടെ വീട്ടിലോട്ടുള്ള വ്യൂവും നമ്മുടെ അതാണ് ഗൈസ്. ആ നീണ്ടു നിൽക്കുന്ന ഒരു സാധനം കണ്ടോ, പാലം പോലെ. അവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചങ്ങ് പോയേക്കാം. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ മുങ്ങി കുളിച്ച് ഫ്രഷായി പോവാം ഗൈസ്. ഓക്കെ, ഇതന്നെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നമുക്ക് നല്ല രസമായിട്ട് വന്നു. ഇപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എന്നാണ്ട പോലെ പോകണം. ഓക്കെ, നമുക്ക് ഇതിലും കയറടേ. ഓ, കയറി എത്തി. ഓ, ഇതാണ് ഗൈസ്. റൈറ്റ് സൈഡിൽ കോള് കണ്ട നമുക്കത് എടുത്തേക്കാം ഗൈസ്. പിന്നെ ആളെടുത്താൽ മതി, ഇപ്പോൾ കണ്ടതല്ലേ, ഇങ്ങോട്ട് വന്നതല്ലേ. പിന്നെ വീണ്ടും ഇതെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ. നമുക്കിപ്പോൾ തന്നെ അങ്ങ് എടുത്തേക്കാം ഗൈസ് ആ കോള്. ഇതുപോലെ നമ്മൾ കുറേ ഡേർട്ട് അങ്ങനെ അയ്യോ പിന്നെ താഴെ പോയി പൊങ്ങട്ടെ. അവിടെ ഡെർട്ട് അങ്ങനെ കണ്ടാണ് ഗൈസ് പേര്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളങ്ങ് പൊട്ടിച്ചേക്കാം. യെസ്, ന്യൂ റെസിപ്പി എന്ന് പറഞ്ഞ് നമുക്ക് മുകളിൽ എഴുതി കാണിച്ചു ഗൈസ്. ഇതുകൊണ്ട് എന്നൊക്കെ ഉണ്ടാക്കാന്നുള്ളത്. ഓക്കെ, ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് തീർന്നു. അതാണ് മുകളിൽ കളയാൻ പറ്റത്തില്ല. തീർന്നു ഗൈസ്. അതിന് നമുക്കങ്ങ് പോവാം. തീർന്നില്ലേ, ഇനി നമുക്കങ്ങ് പോവാം ഗൈസ്. ചെറിയ ജലദോഷം ഒക്കെയാണ്. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു നല്ലൊരു ഗെയിമർ ആക്കി മാറ്റണം ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ എങ്ങനെയാലും നമ്മുടെ വീട്ടിലോട്ട് കയറാനുള്ളൊരു വഴി കണ്ടുപിടിക്കുകയാണ് ഗൈസ്. അയ്യോ, കുളം. നമ്മുടെ വീട്ടിനടുത്ത് കുളമൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമോ? ഒരു പ്രാവശ്യം ഈ കുളത്തിൽ ചാടണം ഗൈസ്. ഇവിടെ ഒരു ആട്ടിൻകുട്ടി നിന്ന് ആടിനെ തട്ടി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി കൂടാണ് ഗൈസ് കയറിപ്പോയത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തിനോ താഴെ വീണപ്പോൾ ഈ വഴി കൂടാണ് കയറിപ്പോയത്. കണ്ടില്ലേ കല്ല് കിട്ടേക്കുന്നത്. ഓക്കെ, അത്ര പൊളിക്കത്തുള്ളൂ ഗൈസ്. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് അങ്ങ് പണിതാലോ. ഇവിടെ സ്റ്റെപ്പ് പണിയാം. നമ്മൾ ഏതായാലും നമ്മുടെ ഐലൻഡിലോട്ട് പോകുമ്പം ഒരു വഴി വേണം. വഴിയില്ല, നമുക്കിവിടെ സ്റ്റെപ്പ് പണിതേക്കാം. ഓക്കെ, എന്നാ ഒരു പ്ലാനില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ രണ്ട് റോ ആയിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാം ഗൈസ്. വീണ് പോയി, ഇതാണ് പോണം. ഇങ്ങനെ താഴെ വീണ് തന്നെ ചാവും തോന്നുന്നില്ല ഗൈസ്. ഇപ്പോൾ ഒരു ഹാർട്ട് ഹെൽത്ത് കുറഞ്ഞു. നമുക്ക് ഈ പൂ അങ്ങ് അടിച്ച് തള്ളിയിടാം. അതുകൊണ്ട് വീണ്ടും ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്, ചെക്ക് യുവർ റെസിപ്പി എന്തോ എഴുതി കാണിക്കും. അത്ര വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ വീണ്ടും ചാടി അതിൻ്റെ അടുത്ത് വരെ എത്താൻ പോകണം ഗൈസ്. ഓക്കെ, എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കിടക്കട്ടെ. നമുക്കിനി ആ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെട്ടി പോകാം ഗൈസ്. മണ്ടയ്ക്കും വെട്ടണമല്ലോ. ഓക്കെ, നമ്മളിങ്ങനെ വെട്ടി പോവാണ് ഗൈസ്. വെട്ടി ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പം ഈ സ്റ്റെപ്പ് നല്ല കിടിലമായിട്ട് പണിയാൻ വേണ്ടി നിങ്ങളൊരു ലൈക്ക് അടിക്കുക ഗൈസ്. നിങ്ങളൊരു ലൈക്കൊക്കെ അടിച്ചൊരു കമൻറ്റൊക്കെ പറയുക ഗൈസ്. നല്ല എന്നെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റൊക്കെ ഇടുക ഗൈസ്. നേരത്തെ നമ്മൾ സ്റ്റെപ്പൊക്കെ പറഞ്ഞ് നല്ല കിടിലാക്കും ഗൈസ്. ഓക്കെ, നമ്മൾ ആദ്യം വന്ന വഴി അങ്ങോട്ട് വെട്ടാം. ഓക്കെ,
ഇനിയും വെട്ടണോ? ഇനി മുകളിലോട്ട് കയറണം, വീണ്ടും വെട്ടണം. ഇനി ഇവിടെ ഇവിടെ സിംഗിൾ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ താഴെ ആയിരുന്നെങ്കിൽ ഡബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോഴേ താഴെ പോകാതിരിക്കാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറം ഇതങ്ങ് പൊളിച്ചേക്കാം. ഇതെന്തിനാ ഇനി വെറുതെ ഉള്ള ഇപ്പോൾ താഴെ പോയാൽ പറഞ്ഞ് കയറുന്നില്ല. അതിൻ്റെ ഇപ്പുറം ഇവിടെ എത്തി. വീണത് വീണ സ്റ്റെപ്പിൽ തന്നെ ഗൈസ്. ഇതെന്ത് ഇവിടെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു? നീ വാ. അതും കിട്ടി. എന്നാൽ പിന്നെ ഈ പറഞ്ഞ എന്തിനീ കാറ്റത്ത് നിൽക്കുന്നത്? അതുകൂടെ ഇങ്ങനെ പൊളിച്ചേക്കാം. കിട്ടി. നമ്മളെ ഇങ്ങനെ നടന്നു പോകുമ്പം താഴട്ടിങ്ങാനും തെന്നിങ്ങാനും താഴോട്ട് പോയെങ്കിൽ തീർന്നു. അപ്പോൾ ഇപ്പം തന്നെ 3 ഹെൽത്ത് തീർന്നു ഗൈസ്. നമ്മൾ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് 3 ഹെൽത്ത് തീർന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു കല്ലിങ്ങനെ പൊക്കി വെക്കണം ഗൈസ്. പൊക്കി വെക്കണം. കാരണം എന്നാ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചാടി വരുമ്പോഴത്തേനും താഴെ പോയിരിക്കണമല്ലോ. അതുകൊണ്ട് ഓക്കെ നമ്മളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ സ്റ്റെപ്പിൻ്റെ പണി കഴിയിട്ട് ഉദ്ഘാടനം ചെയ്യണം. ഇത് ഇങ്ങനെ വന്ന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇത് പൊളിക്കും. പിക്കാക്സ് നമുക്ക് ഇവനെയും കൂടെ തട്ടിയേക്കാം. ഇങ്ങ് പാടാ മോനെ. തട്ടി കെട്ടിയിട്ട് തട്ടിക്കോ, അല്ല ഒട്ടകത്തെ തട്ടിക്കോ, കെട്ടിയിട്ട് തട്ടിക്കോ എന്ന് പറയുന്ന ആടിനെ നമ്മൾ തട്ടിയിട്ടുണ്ട് ഗൈസ്. ഇരുട്ടായിട്ടുണ്ട്. നമുക്ക് ഗ്യാപ്പിനങ്ങ് വീട്ടിൽ കയറിയേക്കാം. എല്ലാ സോംബിയെ ക്രീപ്പറിങ്ങനെ വന്ന് പിടിച്ചോണ്ട് പോയാൽ തീർന്നില്ലേ പണി. ഈ ഡോറെടുത്ത് അപ്പുറത്തോട്ടാക്കണം. ഇല്ല, ഇത് ഭയങ്കര ചടങ്ങ. ഡോറേ ഇപ്പുറത്തെ സൈഡിലാക്കണം, ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ വീഡിയോ ഇൻട്രോ കൊടുത്തെടുത്ത് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്.